ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫോർഫീച്ചർ ഓഫ് ഷെയറിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറിൽ പറഞ്ഞിരുന്നു ഫോർഫീച്ചർ ചെയ്യുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഫോർഫീച്ചർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. മീനിങ് ഓഫ് ഫോർഫീച്ചർ. Forfeiture of shares means cancellation of shares on non-payment of any allotment or call money. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ്. അതായത് ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണി അല്ലെങ്കിൽ കോൾ മണി പേ ചെയ്യാത്തത് കൊണ്ട് ആ ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ. If a shareholder fails to pay the allotment or call money when demanded, the directors have the power of forfeiting the shares issued to the shareholder. The shareholder whose shares are forfeited ceases to be member of the company. The amount already paid by him lapses and becomes the property of the company. അതായത് കമ്പനി ഡിമാൻഡ് ചെയ്തിട്ടും ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റ് മണി അല്ലെങ്കിൽ കോൾ മണി പേ ചെയ്യാൻ ഫെയിലായാൽ ഡയറക്ടേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്ത ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്താൽ അവർക്ക് കമ്പനിയിലുള്ള മെമ്പറിൻ്റെ സ്ഥാനം സീസ് ചെയ്യുന്നു, ഒഴിവാക്കപ്പെടുന്നു. ഓക്കെ. അതേപോലെ ഇതുവരെ അവർ പേ ചെയ്ത എമൗണ്ട് ലാപ്സ് ആവുന്നു. അത് കമ്പനിക്കൊരു പ്രോപ്പർട്ടിയാണ്, അത് തിരിച്ചു കൊടുക്കുന്നതല്ല. അതായത് ഫോർ എക്സാമ്പിൾ കോൾ മണിയാണ് അവർ പേ ചെയ്യാണ്ട് ഫെയിലായത്. അപ്പം അലോട്ട്മെൻറ്റ് മണി വരെ അവർ പേ ചെയ്തിട്ടുണ്ട്. അപ്പം ആ എമൗണ്ട് എന്താണ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് തിരിച്ചു കൊടുക്കുന്നതല്ല, അത് അവർക്ക് ലാപ്സ് ആവുന്നു. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് കണ്ടീഷൻസ് ഫോർ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഷെയർസ് ക്യാൻ ബി ഫോർഫീറ്റഡ് ഓൺലി ഓൺ നോൺ പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ കോൾ മണി. അതായത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോൾ മണി പേ ചെയ്യാതെ വരുമ്പോഴാണ് ഷെയർ ഫോർഫീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ്, ഷെയർസ് ക്യാൻ ബി ഫോർഫീറ്റഡ് ഓൺലി ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ദ ഡയറക്ടേഴ്സ് ടു ഡു സോ. അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഡയറക്ടേഴ്സ് ഷെയർ ഫോർഫീറ്റ് ചെയ്യാം എന്ന് ഓതറൈസ് ചെയ്തിരിക്കണം. ഓക്കെ. തേർഡ് പോയിന്റ്, the directors have to give 14 days notice to the shareholder in his registered address, calling upon him to pay the amount due from him together with interest at a prescribed rate before a certain date. അതായത് ഏതെങ്കിലും ഒരു ഷെയർ ഫോർഫീറ്റ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആ ഷെയർ ഹോൾഡറിന് അവരുടെ രജിസ്ട്രേഡ് അഡ്രസ്സിൽ ഒരു 14 days നോട്ടീസ് അയച്ചിരിക്കണം. അതായത് ഷെയർ ഹോൾഡർ അടയ്ക്കേണ്ട തുക ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിത്ത് ഇൻട്രസ്റ്റ് ആ സെർട്ടൈൻ ഡേറ്റിന് മുൻപ് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു 14 days അവർക്ക് സമയം കൊടുക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഫോർത്ത് പോയിന്റ്, the notice must clearly state that the shares will be forfeited if no payment is made within the stipulated date. അതായത് ആ ഒരു സെർട്ടൈൻ ഡേറ്റിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ഷെയർ ഫോർഫീറ്റ് ചെയ്യും എന്ന് ആ നോട്ടീസിൽ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ഇനി ഫിഫ്ത്ത് പോയിന്റ്, the directors should pass a resolution approving forfeiture. After forfeiture, the matter should be communicated to the shareholder. അതായത് കമ്പനിയുടെ മെമ്പേഴ്സും ഡയറക്ടേഴ്സും കൂടി മീറ്റിംഗ് വിളിച്ചിട്ട് ഷെയർ ഫോർഫീറ്റ് ചെയ്യാനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. അതേപോലെ ഷെയർ ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം ആ ഷെയർ ഹോൾഡറിനെ അദ്ദേഹത്തിൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തു എന്ന് അറിയിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ 5 കണ്ടീഷൻസ്. ഓക്കെ. ഇനി നമുക്ക് പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ ഫോർ ഫോർഫീച്ചർ. താഴെ പറയുന്നതാണ് ഫോർഫീച്ചർ ഓഫ് ഷെയറിൻ്റെ പ്രൊസീജിയർ. അതിൽ ഫസ്റ്റ് പ്രൊസീജിയർ, പ്രിപ്പറേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ഡീഫോൾട്ടേഴ്സ്. അതായത് ഡീഫോൾട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോൾ മണി അടയ്ക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ആ വീഴ്ച വരുത്തിയ ആളുകളെയാണ് നമ്മൾ ഡീഫോൾട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വീഴ്ച വരുത്തിയ ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ഡീഫോൾട്ടേഴ്സ്. എന്താണെന്ന് നോക്കാം. ദി കമ്പനി സെക്രട്ടറി ഷാൽ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡീഫോൾട്ടേഴ്സ് ഹു ഹാവ് നോട്ട് പെയ്ഡ് ദ കോൾ മണി അപ് ടു ദ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് ബിഫോർ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫോർ നെസസറി ആക്ഷൻ. അതായത് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോൾ മണി അടയ്ക്കാത്ത ആളുകളുടെ ഒരു ലിസ്റ്റ് കമ്പനി സെക്രട്ടറി പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നെസസറി ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സമർപ്പിക്കണം. ഓക്കെ. The second point, resolution by board of directors.
On placing the list of defaulters before the board, it passes a resolution instructing the company secretary to send call reminders to such defaulters. ബോർഡിന് അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയതിന് ശേഷം ബോർഡ് കമ്പനി സെക്രട്ടറിയോട് ആ ഡീഫോൾട്ടേഴ്സിന് ഒരു കോൾ റിമൈൻഡർ അയക്കാൻ ഒരു റെസല്യൂഷൻ പാസ്സാക്കാൻ പറയുന്നു. ഓക്കെ, ഇനി തേർഡ് പ്രൊസീജിയർ, dispatches notices. As per board's resolution, the company secretary dispatches the notices under registered post to the defaulting shareholders asking them to pay the call dues within 14 days with interest at a specified rate. ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം കമ്പനി സെക്രട്ടറി ആ ഡീഫോൾട്ടേഴ്സിന് ഒരു രജിസ്ട്രേഡ് പോസ്റ്റായിട്ട്, അതായത് ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 14 ദിവസത്തിനുള്ളിൽ അവരടയ്ക്കാനുള്ള തുക അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് അയക്കണം. ഓക്കെ, നോട്ടീസ് ഡെസ്പാച്ച് ചെയ്യണം. 14 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയക്കണം. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ്, സെക്കൻഡ് വാർണിംഗ് നോട്ടീസ്. If any defaulting member does not comply with the requirements of the notice issued, a second warning notice may be sent stating that if the call money is not received within 14 days from the date of notice, the forfeiture of share will follow. ആ പേരിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സെക്കൻഡ് വാർണിംഗ് നോട്ടീസ് അയക്കുക. അതായത് ഫസ്റ്റത്തെ നോട്ടീസ് അയച്ചിട്ടും ഡീഫോൾട്ടർ പ്രതികരിക്കുന്നില്ല എങ്കിൽ രണ്ടാമതൊരു നോട്ടീസ് കൂടെ അയക്കുന്നു. അതായത് 14 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ ഫോർഫീച്ചർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർണിംഗ് നോട്ടീസ് അയക്കുന്നു. ഓക്കെ, ഇനി ഫിഫ്ത്ത് പോയിന്റ്, മീറ്റിംഗ് ഓഫ് ദ ബോർഡ്. If this warning notice also proves ineffective, the secretary convenes a meeting of the board of directors and places the facts before it. അതായത് സെക്കൻഡ് വാർണിംഗ് നോട്ടീസും ഇൻഎഫക്റ്റീവ് ആയെന്ന് പ്രൂവ് ചെയ്താൽ സെക്രട്ടറി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ, അതായത് അവർ ഇപ്പം നമ്മൾ നോട്ടീസ് അയച്ചു എന്നിട്ട് അവർ പ്രതികരിക്കുന്നൊന്നുമില്ല എന്നുള്ള ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ബോർഡിന് മുമ്പിൽ ഒരു സെക്രട്ടറി ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നു. ഓക്കെ, ഇനി സിക്സ്ത് പോയിന്റ്, ഫോർമൽ റെസൊല്യൂഷൻ. The shares are forfeited after passing a resolution for forfeiture of shares in the meeting of the board of directors. അതായത് ബോർഡ് ഓഫ് ഡയറക്ടറിൻ്റെ മീറ്റിങ്ങിൽ ആ ഷെയർ ഫോർഫീറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു. ഓക്കെ, സെവൻത്ത് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ്. On forfeiture of shares by the board of directors, the matter should be duly communicated to the shareholders, informing them that the specific number of shares held by them are forfeited. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷെയർ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ആ ഷെയർ ഹോൾഡറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഏത് ഷെയർ ഹോൾഡറിൻ്റെ ആണോ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത് ആ ഷെയർ ഹോൾഡറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് അവരുടെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുകയാണ്, ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി എയ്ത്ത് പോയിന്റ്, റിമൂവൽ ഓഫ് ദ നെയിം. After forfeiture, the names of the shareholders whose shares have been forfeited should be removed from the shareholders register. ഫോർഫീച്ചറിന് ശേഷം ഏത് ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ ആണോ ഫോർഫീറ്റ് ചെയ്തത് ആ ഷെയർ ഹോൾഡറിൻ്റെ നെയിം ഷെയർ ഹോൾഡേഴ്സ് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതായത് ആ ഷെയർ ഹോൾഡർ ഇനി ഇല്ല, അവരുടെ ഷെയർ നമ്മൾ റിമൂവ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന് അവരുടെ നെയിം റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് ഫോർഫീച്ചർ എമൗണ്ട്. The amount received in respect of the forfeited shares is transferred to forfeited shares account. This should be shown as liability in the balance sheet under the heading share capital till the shares are reissued. അതായത് ഒരു ഷെയറിൻ്റെ കോൾ മണി ലഭിക്കാത്തത് കൊണ്ടാണ് ആ ഷെയർ ഫോർഫീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് മുൻപ് വരെയുള്ള എമൗണ്ട് കിട്ടിയല്ലോ, അലോട്ട്മെൻറ്റ് മണി എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ അതുവരെ കിട്ടിയ ആ എമൗണ്ട് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഹെഡിലാണ് റീ ഇഷ്യൂ ചെയ്യുന്നത് വരെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് അക്യുവേദ.